Once again, welcome to my video blog, AjayTechTips. ഞാൻ Ajay. നിങ്ങളെല്ലാവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് യൂട്യൂബിനെ കുറിച്ചുള്ള ഒരു 3 അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല അപ്ഡേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, ചീത്തയാണോ എന്ന് ചോദിച്ചാൽ ചീത്തയാണ്. ഇത് യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. യൂട്യൂബേഴ്സ് അല്ലാത്തവർ ഇത് കാണണമെന്നും എനിക്കില്ല. പിന്നെ അടുത്തത് ഞാൻ പറയാൻ പോണത്, ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഭാവിയിൽ ഒരു യൂട്യൂബർ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഷോർട്സ് ഒക്കെ ചെയ്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഈ 3 ടിപ്പും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത് ഞാനൊരു യൂട്യൂബറാണ്, അഭിമാനത്തോടെ പറയുന്നുണ്ട് ഞാനൊരു യൂട്യൂബറാണ്. ഓക്കെ, അപ്പൊ ഈ യൂട്യൂബേഴ്സിന് ഉള്ള 3 അപ്ഡേറ്റുകൾ യൂട്യൂബ് പോളിസിയിൽ മാറ്റം വരുത്താണ്. അതെന്തൊക്കെയാണ് അപ്ഡേറ്റ് എന്നല്ലേ? ആദ്യത്തെ അപ്ഡേറ്റ് ആണ്, നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് ഇപ്പം ഹൈഡ് ചെയ്യാൻ പറ്റും. എന്തിനാണ് ഹൈഡ് ചെയ്യുന്നത്? ഞാൻ ഹൈഡ് ചെയ്യാറില്ല കേട്ടോ. എന്റെ സെക്കൻഡ് ചാനൽ ഞാൻ ഹൈഡ് ആക്കിയാൽ വെച്ചാൽ അത് വേറൊരു റീസൺ കൊണ്ടാണ്. അത് ഞാൻ അത്ര ആക്റ്റീവ് അല്ല അതില്, അതുകൊണ്ട് ഞാൻ ഹൈഡ് ചെയ്ത് വെക്കുന്നത്. ഞാൻ റിവ്യൂ 850 സബ്സ്ക്രൈബേഴ്സ് അതിലുണ്ട്, 850. ഓക്കെ, കാരണം അത് ഞാൻ പറയുന്നുണ്ട്, അത് പറഞ്ഞ എനിക്ക് മടിയില്ല. അത് ഇനി വീണ്ടും ആക്കാൻ മടിയായി, ഇനിയിപ്പോൾ ആക്കേണ്ട ആവശ്യമില്ല, അത് തനിയെ പുറത്തേക്ക് വന്നോളൂ. അപ്പൊ അതാണ് കാര്യം. അപ്പൊ എന്തിനാണ് ചിലപ്പം നമ്മുടെ ഇടയിലൊരു മനുഷ്യന്മാർക്ക് ഇടയിൽ ഒരു ഉണ്ട്, വലിയ ആൾക്കാർ ചെയ്തത് മാത്രമേ കാണുള്ളൂ എന്നുള്ളത്. കാരണം വലിയ ഫിലിം സ്റ്റാർസ്, സാധാരണക്കാരൊരു നല്ലൊരു പോസ്റ്റ് ഇട്ടാൽ അത് കാണാൻ ആൾക്കാർക്ക് മടിയായിരിക്കും. ഈ ഒരു കോംപ്ലക്സ് വെച്ചിട്ട് അധികം പേര് എന്ത് ചെയ്യും, അവരെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബർ കൗണ്ട് ഹൈഡ് ചെയ്യും. ഞാൻ ഓരോ 500, 250 കൂടുമ്പോൾ പോലും ട്യൂബഡിയിൽ വന്നു കഴിഞ്ഞാൽ ഞാനത് എന്ത് ചെയ്യും, സ്റ്റാറ്റസ് ഇടുന്നതാണ് എന്റെ സബ്സ്ക്രൈബർ. എനിക്ക് ഒരു സബ്സ്ക്രൈബർ കൂടിയാൽ പോലും എനിക്ക് സന്തോഷമാണ്. അപ്പൊ എനിക്കിപ്പോ 4100 സംതിങ് സബ്സ്ക്രൈബേഴ്സ് അല്ല, ഞാനത് എന്റെ ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് അത് മടിയാണ്. പിന്നെ ചില ആൾക്കാർക്ക് വീഡിയോ, ഇപ്പൊ ഞാനൊരു ടെക് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പലരും ചോദിക്കുന്നു, 4000 സബ്സ്ക്രൈബർ അവന്റെ കാണണ്ട, 50,000 സബ്സ്ക്രൈബറുള്ള അല്ലെങ്കിൽ 1 ലക്ഷം സബ്സ്ക്രൈബറുള്ള വേറെ യൂട്യൂബറിന്റെ വീഡിയോ കാണും. ഞാൻ അങ്ങനെയല്ല, ഒരു സബ്സ്ക്രൈബർ ഉള്ള എല്ലാവരും തുടങ്ങുന്ന ഒരു സബ്സ്ക്രൈബർ എന്നാണ്. അപ്പൊ ഈ ഒരു സബ്സ്ക്രൈബർ ഉള്ള ആളുടെ വീഡിയോ നല്ലതാണെങ്കിൽ പോലും ഞാൻ കാണും. പക്ഷെ എല്ലാവരുടെ ആറ്റിറ്റ്യൂഡും അതല്ല, അത് അവിടെ ആറ്റിറ്റ്യൂഡിന്റെ ഇഷ്യൂ ആണ്, അത് വിടും. അപ്പൊ യൂട്യൂബില് അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും, പ്രത്യേകിച്ച് എസ്പെഷ്യലി ലേഡീസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്, അവരുടെ ചാനലിലെ സബ്സ്ക്രൈബർ കൗണ്ട് ഹൈഡ് ചെയ്ത് വെക്കും. വേറെ ആരും കാണണ്ട, എനിക്ക് ചിലപ്പോൾ 100 സബ്സ്ക്രൈബർ. അതിലൊരു കാര്യമുണ്ട്, അപ്പൊ നല്ലൊരു കുക്കറി ചാനലാണ്. നമ്മൾ സെർച്ച് ചെയ്തു ഹൗ ടു മേക്ക് ടേസ്റ്റി ചിക്കൻ ബിരിയാണി. ഞാനൊരു നോൺ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തു. അപ്പൊ കുറെ വീഡിയോസ് വരും. ഇവർ SEO ചെയ്തപ്പോ 100 സബ്സ്ക്രൈബർ ഉള്ള ആളാണ് വെച്ചാൽ അവർ SEO ചെയ്ത് അവരുടെ മേലെ വെച്ചാൽ ചില ആൾക്കാർ അത് കാണില്ല. താഴെയുള്ള വീഡിയോക്ക് ചിലപ്പോൾ അതൊരു ടേസ്റ്റും ഉണ്ടാവില്ല. ഞാൻ വലിയ ചാനലുകാരെ കുറ്റം പറയാറില്ല. ഇപ്പൊ ചെറിയ ചാനലുകാർക്ക് അതൊരു കോംപ്ലക്സ് ആയിട്ട് എന്ത് ചെയ്യും, അവരെ സബ്സ്ക്രൈബർ കൗണ്ട് ഹൈഡ് ചെയ്ത് വെക്കും. ചിലപ്പോ ഇവരായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനൊരു ചാനലിലെ പേര് കൊടുത്ത് പറയണില്ല കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പം എന്ത് ചെയ്യും, അത് ആരും കാണണ്ട എന്റെ സബ്സ്ക്രൈബർ. ഇനി അത് നടക്കില്ല. നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബർ ആണെങ്കിലും 1 മില്യൺ അടിച്ചാലും അത് ഹൈഡ് ചെയ്യാൻ പറ്റില്ല. യൂട്യൂബിനെ നല്ല പോളിസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ആ പോളിസി ഇഷ്ടമായോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യാം. ഇനി അടുത്ത രണ്ടാമത്തെ അപ്ഡേറ്റ് ആണ് ഇതേപോലെ തന്നെ വേരിഫിക്കേഷൻ. നമുക്കറിയാം 1 ലക്ഷം സബ്സ്ക്രൈബർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരിന്റെ കൂടെ ഒരു ബ്ലൂ ടിക്ക് കിട്ടും. അതായത് വേരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് ടിക്ക് കിട്ടും. ചില ആൾക്കാര് ഉടായ്പ കളിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ചാനൽ നെയിമിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, അവരത് ടൈപ്പ് ചെയ്യും. ഇനി മുതൽ യൂട്യൂബ് ചാനൽ നെയിമിന്റെ കൂടെ എന്ത് ചെയ്യാൻ പാടില്ല, സിമ്പിൾസ് യൂസ് ചെയ്യാൻ പാടില്ല. ചാനൽ നെയിമിന്റെ കേട്ടോ, വീഡിയോന്റെ അല്ല, ചാനൽ നെയിമിന്റെ. എന്റെ ചാനൽ നെയിം ഉണ്ട് AjayTechTips, അതിന്റെ കൂടെ ഒരു വെരിഫൈഡ് സിമ്പിൾ വിടും. ചില ആൾക്കാർ ചെയ്യണതാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാ ചാനൽ ഞാൻ ഒരിക്കലും മെൻഷൻ ചെയ്യില്ല. അങ്ങനെ 2-3 ചാനൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇനി യൂട്യൂബ് പൊക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ ചിലവരെന്ത് ചെയ്യും, എസ്പെഷ്യലി കുറെ ആൾക്കാർ ചാനൽ നെയിം ഇടയ്ക്കിടയ്ക്ക് മാറ്റും. എനിക്കുണ്ടായിരുന്നു സൂക്കേട്. അത് എന്റെ ന്യൂ ട്രിക്സ് ആൻഡ് ടിപ്സ് ആയിരുന്നു എന്റെ ചാനലിന്റെ പേര്. പിന്നെ അതുമാതിരി AjayTechTips ആക്കി. എന്റെ മോളുടെ പേര് ചാനലിന്റെ പേര് ശ്രീയാസ് വ്ലോഗ് ആയിരുന്നു. അത് മാറ്റിയിട്ട് ഇപ്പൊ ശ്രീയ അജയ് ആക്കി. നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് ചാനല് നെയിം മാറ്റാം. പക്ഷെ മാറ്റിക്കഴിഞ്ഞാൽ കുറെ ദോഷങ്ങളുണ്ട്, ചിലത് ഗുണങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ മാറ്റുന്ന നേരത്ത് ഇനി അത് ഒരു ഫ്രീക്വന്റ് ടൈമിന്റെ ഉള്ളിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഓപ്ഷൻ യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി 3ാമത്തെ കേസ് കമന്റിന്റെ. അത് യൂട്യൂബേഴ്സിന് അടിപൊളിയായിട്ടുള്ളത്. നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം, നമുക്ക് വരുന്ന കമന്റ്സ് നമുക്ക് അതിന്
നല്ല കമന്റിന് മുൻഗണനയും മോശം കമന്റിന് ഒഴിവാക്കാനും വേറെ ആൾക്കാർ കാണാതെ ഇരിക്കാനാക്കാനും ഒരു സിമ്പിൾ മെത്തേഡിലൂടെ അവർ ചെയ്യാൻ പോവാണ്. ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷം. ഒരു കാര്യം ആലോചിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ്സും ബോഡി ഷേമിങ്ങും വരികയാണ്. നമുക്കറിയാം, നമ്മുടെ മലയാളികളുടെ അഭിമാനമായ സുജിത് ഭക്തന്റെ വൈഫിനെയും സുജിത് ഭക്തനൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കമന്റ് ചെയ്തിട്ട് അവര് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് ഇവര്. എന്റെ ഈ കണ്ണിന് പ്രോബ്ലം ഉണ്ട്, അത് എനിക്കറിയാം. ഞാൻ ഈ ബുൾജെറ്റിനെതിരെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പം കോങ്കണ്ണാന്ന് നേരെ വിളിച്ചത്. നമുക്കത് പ്രശ്നമില്ല, അതൊക്കെ നമുക്ക് വെറും ഇതാണ്. ഈ വിളിക്കുന്നവർക്ക് എന്താ ഈ ഒരു ബോഡി ഷേമിങ് നമുക്കല്ല, പക്ഷെ കാണുന്ന ആൾക്കാർക്ക് അത് ഒരു വിഷമായിരിക്കും. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാൻ യൂട്യൂബ് ഇങ്ങനെ ഒരു ഫീച്ചർ കൊണ്ടുവരാണ്. അപ്പൊ ഈ ഒരു 3 അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.